ഇന്നലെ ഒരുത്തൻ ഫേസ്ബുക്കിൽ എഴുതിയത് എനിക്ക് ഒരാൾ സ്ക്രീൻഷോട്ട് ഇട്ട്, ഇതാണ്: സിംഹാസനം എടുത്തുകൊണ്ട് ഓടുന്നു അന്ത്യോക്യയിലെ പാത്രക്കീസ്. അന്ത്യോക്യയിലെ പാത്രക്കീസ് സിംഹാസനം എടുത്തുകൊണ്ട് ഓടുന്നു. എന്തൊരു കഷ്ടം! അതാണ് അവരുടെ ഒരു പ്രശ്നം. അതായത് സാമ്പത്തികമായ ഒരു സുസ്ഥിരത, അധികാരം, സ്വാധീനം, ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അന്ത്യോക്യയിലെ പാത്രക്കീസിനെ അംഗീകരിച്ചേനെ. ഈ പാത്രക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും അത്ര വലിയൊരു പ്രൗഢി ഒന്നും ഇല്ലാതിരിക്കും. പക്ഷെ യാക്കോബാക്കാർ നോക്കുന്നത് സ്വത്തോ സമ്പത്തോ ഭൗതികമായ പ്രൗഢിയോ ഞാനതൊന്നും നോക്കാറില്ല. മനസ്സിലായോ? നമ്മൾ നോക്കുന്ന എന്താണ്? ആ ലെഗസിയാണ്. നമ്മൾ സ്പിരിച്വലി ആണ് നോക്കുന്നത്. ഇപ്പൊ ഓർത്തഡോക്സ് ഫെയ്ത്തിൽ അങ്ങനെയാണ് നോക്കുന്നത്. പൗലോസ്ലീഹ പറയുന്നത് നിങ്ങൾ നോക്ക്: ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. Even unto this present hour we both hunger and taste and are naked and are buffeted and have no certain dwelling place. And have no certain dwelling place. ഇതാണ് ഈ ശ്ലൈഹിക മുദ്ര എന്ന് പറയുന്നത്. യഥാർത്ഥ ശ്ലീഹയുടെ അടയാളമാണ്. യഥാർത്ഥ അപ്പോസ്തലന്റെ the mark of a true apostle. Mark of a true apostle എന്താണ്? Have no certain dwelling place. പെർമനന്റ് അഡ്രസ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് അറിയത്തില്ല. ദമാസ്കസിൽ ഉണ്ടായിരുന്നു കുറെ നാള്, ഡയബക്കറിലുണ്ടായിരുന്നു, ഇറാഖിൽ ഉണ്ടായിരുന്നു, ഇറാഖിൽ നിന്ന് മാറി, പിന്നെ സിറിയയിൽ വന്നു, സിറിയയിൽ നിന്ന് മാറേണ്ടി വന്നു, ഇപ്പൊ ലെബാനോനിൽ വെച്ചിരിക്കുകയാണ്. എത്ര നാൾ ലെബാനോനിൽ ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഒരുപക്ഷെ അവിടുന്ന് മാറേണ്ടി വരും. ഒരുപക്ഷെ പാത്രിക ആസ്ഥാനം കേരളത്തിൽ വന്നെന്നിരിക്കും. അതൊന്നും അസംഭാവ്യമല്ല. കാരണം ലോകത്തിലെ ഡെമോഗ്രാഫീസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. സത്യവിശ്വാസിയെ സംബന്ധിച്ച് അന്ത്യോക്യ സിംഹാസനം എന്ന് പറയുന്നത് അത് ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷനിലുള്ളതല്ല. തുപതനിൽ അനുസ്മരിക്കുന്ന പാത്രിയർക്കി സേവോറിയസിന്റെ കാലത്ത് അന്ത്യോക്യയിൽ നിന്ന് പരിശുദ്ധ സഭയുടെ സിംഹാസനം അല്ലെങ്കിൽ പാത്രിയർക്ക് ആസ്ഥാനം മാറിയതാണ്. AD 538 അന്ത്യോക്യ 538 നഷ്ടപ്പെട്ടതാണ്. AD 538 1500 കൊല്ലമായി. 1500 കൊല്ലത്തിനിപ്പുറത്തും അന്ത്യോക്യ മലങ്കര ബന്ധം നീണാൾ വാഴട്ടെ എന്നൊരാൾ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെങ്കിൽ 1500 കൊല്ലം മുമ്പാണ് അപ്പൊ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ ജിയോഗ്രഫിക്കലായിട്ട് അന്ത്യോക്യയുമായിട്ട് ബന്ധമുണ്ടായത് 1500 വർഷം മുമ്പാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 1487 വർഷം മുമ്പ്. 1487 വർഷം മുമ്പ് മാത്രമേ ഒരു ജിയോഗ്രഫിക്കലായിട്ട് അന്ത്യോക്യയിൽ ഉണ്ടായിരുന്നുള്ളൂ പാത്രിയർക്കീസ്. 1487 വർഷമായിട്ട് പാത്രിയർക്കീസ്മാർ എന്ത് ചെയ്യാണ്? അലഞ്ഞു തിരിയുകയാണ്. ഇത് ചരിത്രം നന്നായി പഠിച്ചിട്ടും ബോധ്യപ്പെട്ടിട്ടുമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞാൻ 1487 വർഷമായിട്ട് സ്ഥിരവാസമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പാത്രിയർക്കീസ് സ്വീകാര്യമാണോ? സ്വീകാര്യമാണ്. കാരണം ഞങ്ങളുടെ അപ്പോസ്തലൻ പറഞ്ഞതാണ്, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. We have no certain dwelling place. We have no certain dwelling. This is true apostle. യഥാർത്ഥ ശ്ലൈഹിക പാരമ്പര്യമാണ്. നിങ്ങൾക്ക് എന്താ വിഷമം? അടുത്ത ഒബ്ജക്ഷൻ തീർന്നില്ലേ? ഇതാണ് ശ്ലൈഹിക പാരമ്പര്യം. ഇതാണ് ബൈബിൾ തന്നെ പറയുന്നത്. ഇതാ കിടക്കുന്നു. ബാക്കി കുറച്ച് പ്രശ്നങ്ങൾ കൂടി ഉണ്ട് ഇവർക്ക്. കുറെ ഒബ്ജക്ഷൻസ് കൂടി ഉണ്ട്. അത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അഡ്രസ് ചെയ്യേണ്ടതാണ്. ഏതായാലും ഞാൻ പറയുന്നത്, ഇത്രയും കരയരുത്, ഇത്രയും സങ്കടപ്പെടരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തൊരു സങ്കടവും എന്തൊരു കരച്ചിലും എന്തൊരു നിലവിളിയുമാണ്.